നമസ്കാരം. നമസ്കാരം. AlexAnjana Foodie എല്ലാവർക്കും സ്വാഗതം. सागर किनारे दिल ये पुकारे तू जो नहीं तो मेरा कोई नहीं है हो सागर किनारे. ഇന്ന് നമുക്ക് കേക്ക് തന്നെ ചെയ്യാം അല്ലേ? എന്ന് വെച്ചാൽ ക്രിസ്മസും ന്യൂ ഇയറും അല്ലേ എല്ലാം അതിനിടയിലൊരു അടിപൊളി കേക്ക്. എല്ലാവരും പ്ലം കേക്കും ഒക്കെ ഉണ്ടാക്കി ക്രിസ്മസിന് ആഘോഷിക്കുമ്പോൾ ഇത് ക്രിസ്മസും ന്യൂ ഇയറിനിടയിൽ ഒരു കേക്ക് ആയാലോ അല്ലേ അഞ്ജു? അതെ അതെ. അതുകൊണ്ട് ഒരു യോഗേർട്ട് കേക്കാണ് ചെയ്യാൻ പോകുന്നത്. തൈര് ചേർത്തിട്ട് വനില ഫ്ലേവറിലൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലൊരു കേക്ക്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് ഓയിലൊഴിച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡസ്റ്റ് ചെയ്ത് മൈദയൊക്കെ ഡസ്റ്റ് ചെയ്ത് കേക്ക് ടിൻ റെഡിയാക്കാം. ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ വട്ടത്തിൽ മുറിച്ചിടാം. ഇതിപ്പോൾ ഞാൻ മൈദ ഡസ്റ്റ് ചെയ്യുകയാണ്. ഇതൊന്ന് എല്ലാ വശത്തും ആവുന്ന രീതിയിലൊന്ന് ഡസ്റ്റ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള മൈദ തട്ടിക്കളയുക. 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇടഞ്ഞെടുത്ത് മാറ്റി വെക്കാം. 2 മുട്ട എടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം 5 ടേബിൾ സ്പൂൺ ഓയിൽ, അത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഇഷ്ടമുള്ള കനോള ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുകൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. മുട്ടയും ഓയിലും കൂടെ അടിച്ചു വെച്ചതിൽ 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യുന്നു. അപ്പം ആ മുട്ടയുടെ മണവും കൂടെ മാറിക്കിട്ടും. ഇനി ഇത് മാറ്റി വെക്കാം. 1 കപ്പ് പഞ്ചസാര പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 3/4 കപ്പ് തൈര് ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. പിന്നെ തണുപ്പും മാറണം. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് നന്നായിട്ടത് മിക്സ് ആവും. ഇനി ഇതും നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ തൈരും പഞ്ചസാരയും കൂടെ അടിച്ച് വെച്ചതിൽ നമ്മൾ നേരത്തെ മുട്ട മിക്സ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതിൻ്റെ പകുതി ചേർക്കുക. പിന്നെ നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന മൈദയുടെ മിക്സ്, അതായത് ബേക്കിംഗ് പൗഡറും മൈദയും കൂടെ ഉള്ള അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി മിക്സറും കൂടെ ചേർത്ത് കൊടുക്കാം. കട്ട കെട്ടാത്ത രീതിയിലൊന്ന് നന്നായിട്ട് മിക്സാക്കുക. ബാക്കി മുട്ട മിശ്രിതവും കൂടെ ചേർക്കുകയാണ്. ഇനി ബാക്കി മൈദയുടെ മിക്സും കൂടെ ചേർക്കാം. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതൊന്ന് ആദ്യം മിക്സ് ആക്കട്ടെ. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ 1 നുള്ളി ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഉപ്പും കൂടെ ചേർത്ത് അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. കട്ടിയുമല്ല ലൂസും അല്ല, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 5 മിനിറ്റ് 180 ഡിഗ്രീസിലാണ് വെച്ചേക്കുന്നത്. ഇതിനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് ബാറ്റർ ടിന്നിലേക്ക് മാറ്റുകയാണ്. നല്ലൊരു ലൈറ്റ് യെല്ലോ കളറാണ്. വനില എസൻസ് ആണല്ലോ ചേർത്തിരിക്കുന്നത്. നമ്മൾ വേറെ കളേഴ്സോ ഒന്നുമില്ല. വേണമെങ്കിൽ കളർ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ കളർ ചേർക്കാവുന്നതാണ്. ഇതിനി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് അവനിലേക്ക് വെക്കാം. പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. സെൻട്രലായിട്ട് വെച്ചു 180 ഡിഗ്രീസിൽ 35 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യുമ്പോൾ ഞാൻ 40ലാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതാവട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ യോഗർട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. 40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തണുക്കട്ടെ, എന്നിട്ട് നമുക്കതിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. ഒന്ന് ആറിയതിന് ശേഷം ഞാൻ കേക്ക് ബോർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ബട്ടർ പേപ്പർ ഇങ്ങനെ തിൻ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു വലിപ്പം അത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെറുതായിട്ട് ഞാനിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ട്രിപ്സ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്നൊന്നായിട്ട് നിരത്താൻ പോവാം. ദേ ഇങ്ങനെ. സ്റ്റെൻസിൽസ് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ഡെക്കറേഷനാണ്. ഇങ്ങനെ ഞാൻ ക്രിസ് ക്രോസ് ആയിട്ട് പേപ്പേഴ്സ് എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ഷുഗറിൻ്റെ മുകളിൽ നിന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഐസിങ് ഷുഗറാണ്. ഇതിങ്ങനെ ഞാൻ അരിപ്പയിലൊന്ന് ഇട്ടേച്ച് പതുക്കെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. മഞ്ഞ് വീഴുന്ന പോലെ ഇങ്ങനെ വീഴും. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഷേപ്പാണ് കൊടുക്കുന്നതെങ്കിൽ സ്റ്റെൻസിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് ഐസിങ് ഷുഗർ ഡസ്റ്റ് ചെയ്യാം. ഇത് ഫുള്ള് ഇനി ഒന്ന് ഡസ്റ്റ് ചെയ്യട്ടെ. ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി പതുക്കെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സ്ട്രിപ്സ് ഒന്ന് മാറ്റി കൊടുക്കുക. ഇതുപോലെ ബാക്കിയും കൂടെ ഞാൻ മാറ്റിയെടുക്കട്ടെ. നമ്മളിങ്ങനെ ഓരോന്ന് മാറ്റി കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഡിസൈൻ എന്തായിരിക്കും എന്നുള്ളത്. വെരി സിമ്പിൾ ഡിസൈൻ. നമ്മൾ സ്ട്രിപ്സ് മാറ്റി കഴിഞ്ഞപ്പോൾ കണ്ടോ ആ ഒരു ചെക്കിൻ്റെ ഡിസൈൻ വന്നു. ഇനി ഈ പുറത്തുള്ള പൊടികളൊക്കെ നമുക്കൊന്ന് മാറ്റിക്കളയാം, അതായത് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ചുറ്റുമുള്ള ഐസിങ് ഷുഗർ എല്ലാം ക്ലീൻ ചെയ്ത് ഇപ്പം ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ചെറിയ ഡെക്കറേഷൻ ആയിട്ട് ബെൽസോ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ അങ്ങനത്തെ ഡെക്കറേഷൻസ് വേണമെങ്കിൽ വെക്കാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അത് ഞാനിതെല്ലാം ഒന്ന് വെച്ചിട്ട് കാണിക്കാം. അങ്ങനെ ഞാൻ നമ്മുടെ സ്ഥിരം ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻസൊക്കെ ഒന്ന് വെച്ച് കളർഫുള്ളാക്കി. ഗോൾഡൻ, റെഡ് കണ്ടോ, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് കഴിഞ്ഞാലും ഇത് കുറേ ദിവസം ജാനുവരി പകുതി വരെയൊക്കെ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെക്കറേഷൻസൊക്കെ വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഡെക്കറേഷൻസൊക്കെ മാറ്റിയത്. ഇപ്പോൾ ഈ ഒരു ഒക്കേഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേക്ക് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ആ സിമ്പിൾ കേക്കിനെ കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കിയെന്നേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ കാണാനായിട്ട്? ഇനി നമുക്കിത് മുറിച്ച് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് കേക്ക് മുറിച്ച് നോക്കാം. ഞാൻ ഈ റിബൺ ഒന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് നല്ലൊരു പീസ് നല്ലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ഥിരം ട്രയാങ്കിളായിട്ടാണ് മുറിക്കുന്നത്. ആ ടെക്സ്ചർ കാണിച്ചു കൊടുക്ക്. നല്ല സോഫ്റ്റ് ബട്ടർ കേക്ക് പോലെ തന്നെ ഉള്ള ടെക്സ്ചറാണ്. സ്പോഞ്ചി കേക്ക്, സ്പോഞ്ചി ഷിഫോൺ കേക്കൊക്കെ പോലെ ഉള്ളൊരു ടെക്സ്ചർ തന്നെയാണ് ഇതിന്. എന്താ എളുപ്പമോ, വലിയ വലിയ സംഭവങ്ങൾ ബീറ്റിംഗ് ഒന്നുമില്ല. നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ്, നല്ല ആ കേടിന്റെ ഒന്നും ഒരു മണമൊന്നുമില്ല. പക്ഷേ മുട്ടയുടെ മണം ഒന്നുമില്ല. സൂപ്പർ ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ലോ ഫാറ്റ് കേക്കാണ്. എന്ന് വെച്ചാൽ വെറും 5 ടേബിൾ സ്പൂൺ ഓയിലേ ചേർത്തിട്ടുള്ളൂ. ബട്ടർ ഇല്ല, വേറെ അങ്ങനെ വലിയ പ്രശ്നങ്ങളുള്ള സംഭവങ്ങളൊന്നുമില്ല. വളരെ ലൈറ്റായിട്ടുള്ള കേക്കാണ്. അപ്പം യോഗർട്ട് കേക്ക്, ലോ ഫാറ്റ് കേക്ക്. അപ്പം നമ്മൾ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അതിനെ നമ്മൾ കുറച്ചുകൂടെ കളർഫുള്ളാക്കി നമ്മുടെ ഒക്കേഷൻ അനുസരിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെയ്തതായതുകൊണ്ട് അതിനെ കുറച്ചുകൂടെ ഒന്ന് കളർഫുള്ളാക്കി. അപ്പം അങ്ങനെ നമ്മൾ സിമ്പിളായിട്ടുള്ള കേക്ക് പെട്ടെന്ന് തന്നെ തയ്യാറായി. ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ആഘോഷിക്കുക അല്ലേ? അതെ അതെ. എല്ലാവർക്കും നല്ലൊരു
വർഷമാവട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ബൈ.